തൃശൂർ ചാലക്കുടി പരിയാരത്ത് കാട്ടാന ആക്രമണം രൂക്ഷമാണ് എന്നൊരു വാർത്തയാണ് പുറത്തുവരുന്നത്. കൃഷി നടത്താൻ കഴിയാതെ മനംനൊന്ത് സ്വന്തം തോട്ടത്തിൽ വാഴകൾ വെട്ടിമാറ്റി കർഷകർ. കഴിഞ്ഞ ദിവസം 500ഓളം വാഴകൾ കാട്ടാന നശിപ്പിച്ചിരുന്നു. പരിയാരം പഞ്ചായത്ത് 7ാം വാർഡിലെ കോട്ടമലയിൽ സാബു ആണ് 2.5 ഏക്കറിലെ വാഴകൾ വെട്ടിയത്. തോട്ടത്തിലേക്ക് സ്ഥിരമായി കാട്ടാനകൾ എത്തി വാഴകൾ നശിപ്പിക്കുകയാണ്. ഒരു വർഷത്തിനിടെ 10ലേറെ തവണ കാട്ടാനകൾ എത്തി നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതോടെയാണ് കർഷകൻ മനംനൊന്ത് സ്വന്തം വാഴകൾ വെട്ടിയത്. തൃശൂർ ചാലക്കുടി പരിയാരത്താണ് ഇത്തരത്തിൽ കാട്ടാന ആക്രമണത്തെ തുടർന്ന് കർഷകൻ സ്വന്തം തോട്ടത്തിലെ വാഴകൾ അടക്കം വെട്ടിമാറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 500ഓളം വാഴകൾ കാട്ടാനകൾ നശിപ്പിച്ചു എന്നാണ് ആരോപണം. പരിയാരം പഞ്ചായത്ത് 7ാം വാർഡിലെ കോട്ടമലയിൽ സാബു ആണ് 2.5 ഏക്കറിലെ വാഴകൾ വെട്ടിയിരിക്കുന്നത്. തോട്ടത്തിലേക്ക് സ്ഥിരമായി കാട്ടാനകൾ എത്തി വാഴകൾ നശിപ്പിക്കുകയാണ് എന്നും ഒരു വർഷത്തിനിടെ 10ലേറെ തവണ ഇത്തരത്തിൽ കാട്ടാനകൾ എത്തി നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഇതോടെയാണ് കർഷകൻ മനംനൊന്ത് സ്വന്തം വാഴകൾ വെട്ടിയത്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ് ആന്റണി, ഒരു സമരം അല്ലെങ്കിൽ പ്രതിഷേധം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, പക്ഷേ ഈ ഒരു അവസ്ഥയാണ് ഒരു കർഷകന്റെ ഈ വിഷയത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, പ്രതിഷേധത്തിലുപരി ഒരു കർഷകന്റെ ദയനീയ അവസ്ഥയാണ് ഈ സംഭവത്തിലൂടെ വെളിവാകുന്നത്. സംഭവം നടക്കുന്നത് പരിയാരം പഞ്ചായത്തിലാണ്. ചാലക്കുടിക്ക് അടുത്ത് വരുന്ന ഒരു പഞ്ചായത്താണ്, മലമ്പ്രദേശമാണ്. ആ ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ കർഷകൻ തന്റെ സ്വന്തം കൃഷിയിടത്തിലെ വാഴകൾ വെട്ടി കളഞ്ഞ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. കാട്ടാന ആക്രമണമാണ് ഇതിന് കാരണമായി പറയുന്നത്. ഈ നമുക്കറിയാം, ഈ അതിരപ്പള്ളി പരിയാരമൊക്കെ അടുത്തടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളാണ്, വനപ്രദേശമാണ്. സ്ഥിരമായി കാട്ടാനകൾ അല്ലെങ്കിൽ കൃഷി ഉൾപ്പെടെ നശിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ തന്നെയാണ് ഇത്തരത്തിൽ ഈ കാട്ടാനകൾ, ഈ സാബു എന്ന് പറയുന്ന കർഷകന്റെ, പരിയാരം പഞ്ചായത്തിലെ 7ാം വാർഡിലാണ് ഈ സാബുവിന്റെ കൃഷിയിടം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 10ഓളം തവണ കാട്ടാനകൾ എത്തി കൃഷി നശിപ്പിക്കുന്നത്. സ്ഥിരമായി വാഴ കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ്, ഒരു വാഴ കർഷകനാണ് സാബു. കഴിഞ്ഞ ദിവസവും സമാന രീതിയിൽ കാട്ടാന കൂട്ടം ഇറങ്ങി 500ഓളം വാഴ നശിപ്പിച്ചു. 2.5 ഏക്കർ സ്ഥലത്താണ് സാബു ഈ വാഴ കൃഷി നടത്തി വരുന്നത്. ബാക്കി ഉണ്ടായിരുന്ന 150ലധികം വരുന്ന വാഴകളാണ് സാബു മറ്റൊരു ഒരു സാഹചര്യവും ഇല്ലാത്ത ഒരു നിലയിലേക്ക് എത്തിയതോടെ, കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വഴിയും ഇല്ലാതായതോടെ അത് സ്വമേധയാ വെട്ടി നശിപ്പിച്ചത്. കാരണം ഈ സാബു പറയുന്നത് ഈ 150ഓളം വാഴകൾ ഇനി ബാക്കിയുണ്ട്, കാട്ടാനകൾ വീണ്ടും ഇറങ്ങും അടുത്ത ദിവസം, അത് വീണ്ടും നശിപ്പിക്കും. അതുകൊണ്ട് അതിനൊരു അവസരം നൽകാൻ താൻ തന്നെ തന്റെ കൃഷിയിടത്തിലെ വാഴകൾ വെട്ടി നശിപ്പിക്കുകയാണ്. ഇതൊരു പ്രതിഷേധമാണ്, നിസ്സഹായാവസ്ഥയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അങ്ങനെ ഒരു സംഭവമാണ് ഈ 7ാം വാർഡ് പരിയാരം പഞ്ചായത്തിൽ ഉണ്ടായത്. സാബു അത് ചെയ്തത്. ജീവിക്കാൻ മറ്റ് മാർഗങ്ങളില്ല എന്നാണ് സാബു പറയുന്നത്. കാരണം കൃഷിയാണ് സാബുവിന്റെ ഉപജീവന മാർഗം. ഈ ഒരു വർഷം നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാകും, ഒരു വർഷത്തിനുള്ളിൽ 10 തവണ കാട്ടാനകൾ ഇറങ്ങുന്നു. താൻ പൊന്നുപോലെ നടത്തി വരുന്ന ആ കൃഷി കാട്ടാനക്കൂട്ടം നശിപ്പിക്കുന്നു. വീണ്ടും ആദ്യം വരുന്നു, രണ്ടാമത് വരുന്നു സാബു, വീണ്ടും ആ കൃഷി നടത്തുന്നു, വീണ്ടും കാട്ടാനകൾ എത്തുന്നു. അനീഷ് തുടരുക. ഇപ്പോൾ ഈ കർഷകന്റെ ഒരു പ്രതികരണം വരുന്നുണ്ട്, അതിനുശേഷം അനീഷ് തിരികെ എത്താം. ഈ 4-5 ദിവസമായിട്ട് എൻ്റെ പറമ്പിൽ ആന വന്ന് ഈ കാണുന്ന 500-600ഓളം വാഴ ഏകദേശം നശിപ്പിച്ച്, ഒരു 100 വാഴ ഉണ്ടായത്. എനിക്ക് ഇനിയിപ്പോൾ അത് നിർത്തി കഴിഞ്ഞ് ഇനിയും വരുമെന്നുള്ള പേടി കൊണ്ട് ഞാനിപ്പോൾ ഒന്ന് വെട്ടി അവസാനിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ചുറ്റും, നമ്മളുടെ പറമ്പിനോട് ചുറ്റും ഫെൻസിങ് മതിലുണ്ടായിരുന്നു. മതിലും തട്ടി കളഞ്ഞിട്ടാണ്, ഫെൻസിങ്ങും ഉണ്ടായിരുന്നു, അതും കളഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നേക്കണത്. അപ്പോൾ വാഴ എല്ലാം തീർന്നു. ഞാൻ എൻ്റെ കൃഷി അവസാനിപ്പിക്കുകയാണ്. 100ഓളം വാഴ ഞാൻ തന്നെ വെട്ടി കളഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ ഇനിയിപ്പോൾ അത് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും വരില്ലേ. അപ്പോൾ ഇത് എനിക്കറിയില്ല, ഇനിയിപ്പോൾ എങ്ങനെ ജീവിക്കണം എന്നൊന്നും എനിക്കറിയില്ല. അതിന് നമ്മുടെ ആളുകളൊക്കെ, നമ്മുടെ രാഷ്ട്രീയക്കാർ, ഉദ്യോഗസ്ഥർ അതിനൊരു മറുപടി പറയുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. അനീഷ്, ഒരു കർഷകന്റെ നിസ്സഹാവസ്ഥയാണ് നമുക്ക് ഈ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇനിയും ആന വരുമോ എന്ന ഭയമാണ് തനിക്കുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങളാണ്. ഫെൻസിങ് അടക്കം ഉണ്ടായിട്ടും അതെല്ലാം തകർത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആന കൃഷിയിടത്തിൽ പ്രവേശിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. തുടരാം.
തീർച്ചയായും ദീപ്തി, അതുതന്നെയാണ് സാബു പറയുന്നത്. ഇനി ഈ ആന വരുന്നതിന് മുൻപ് താൻ തന്നെ തന്റെ വാഴ കൃഷി നശിപ്പിക്കുക, അതല്ലാതെ മറ്റു മാർഗങ്ങൾ ഒന്നുമില്ല. അതായത് ഈ കൃഷിയിടത്തിന് ചുറ്റും മതിലുണ്ട്, ഫെൻസിംഗ് ഉണ്ട്. ഈ മതിലും തകർത്ത് ഫെൻസിങ്ങും തകർത്താണ് ഈ കാട്ടാനക്കൂട്ടം എത്തുന്നത്. ഇനി മറ്റെന്താണ് പോംവഴി? സാധാരണഗതിയിൽ ഫെൻസിങ് സ്ഥാപിച്ചാൽ കാട്ടാനകൾ എത്താത്ത ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. പക്ഷെ ഈ മതിലുണ്ട്, ആ മതിലും തകർക്കുന്നു, ഫെൻസിങ്ങും തകർക്കുന്നു. എന്നിട്ടാണ് ഈ കാട്ടാനക്കൂട്ടം എത്തുന്നത്. ഇതിന് ആ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള അധികൃതർ ഇതിനൊരു മാർഗം, ഇനി തനിക്ക് ഉപജീവന മാർഗം മുന്നോട്ട് കൊണ്ടുപോകാൻ മറ്റു വഴികളില്ല, പഞ്ചായത്ത് അധികൃതരാണ് ഇനിയൊരു മാർഗം തനിക്ക് പറഞ്ഞു തരേണ്ടത് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ 5 ദിവസമായി തുടർച്ചയായി കാട്ടാനകൾ എത്തുന്നു. കഴിഞ്ഞ 1 വർഷമായി 10ഓളം തവണ കാട്ടാനകൾ എത്തുന്നു. കാട്ടാനകൾ എത്തി തന്റെ വാഴകൃഷിയെല്ലാം നശിപ്പിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ദിവസം എത്തിയ കാട്ടാനക്കൂട്ടമാണ് വലിയൊരു എണ്ണം, അതായത് 500-ലധികം 600ഓളം വാഴകൾ ഒറ്റയടിക്ക് നശിപ്പിക്കുന്നു. ബാക്കി ഉണ്ടായിരുന്ന നാമമാത്രമായി, അതായത് 100ഓളം വാഴകൾ മാത്രമാണ് ഇനി ബാക്കി ഉണ്ടായിരുന്നത്. അതാണ് ഇപ്പോൾ ഈ സാബു വെട്ടി നശിപ്പിച്ചത്. ഒരു കർഷകന്റെ ദയനീയ അവസ്ഥയ്ക്ക് ഇതിൽ പരം മറ്റു ഉദാഹരണങ്ങൾ ഇല്ല. ഇനി തനിക്ക് ഉപജീവന മാർഗം എന്താണെന്ന് അറിയില്ല, മുന്നിൽ ഒന്നും കാണുന്നില്ല. അധികൃതർ ഒരു വഴി പറഞ്ഞു തരണം എന്നാണ് സാബു പറയുന്നത്. ഈ മേഖലയിൽ നമുക്കറിയാം നിരന്തരം കാട്ടാന, പരിയാരം, അതിരപ്പള്ളി മേഖലയിലൊക്കെ നിരന്തരം കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് അവിടെ ഒരു ക്വാർട്ടേഴ്സിൽ, ഒരു എസ്റ്റേറ്റിലുള്ള ക്വാർട്ടേഴ്സ് കാട്ടാനക്കൂട്ടം എത്തി നശിപ്പിച്ചത്. സമീപ പ്രദേശത്തുള്ള ഒരു പള്ളിക്ക് നേരെയും കാട്ടാന ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അപ്പോ അത്തരത്തിൽ സ്ഥിരമായി കാട്ടാനകൾ ഇറങ്ങി കൃഷിയും അതുപോലെ വീടുകൾക്കും ദേവാലയങ്ങൾക്കും ഉൾപ്പെടെ ഈ നാശം വിതയ്ക്കുന്ന ഒരു സ്ഥലമാണ്. വലിയ പ്രതിഷേധമാണ് ഈ മേഖലയിൽ കാട്ടാന ആക്രമണത്തിനെതിരെ ഒക്കെ ഉണ്ടായത്. MLA-യുടെ നേതൃത്വത്തിൽ വനം വകുപ്പിന്റെ ഓഫീസ് ഉപരോധിക്കുന്ന സാഹചര്യം ഉണ്ടായി നാളുകൾക്ക് മുൻപ്. മാത്രമല്ല വഴി തടയുന്ന അതിരപ്പള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാത തടഞ്ഞ് വരെ സമരമുണ്ടായി. വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായി. ഉന്നതമായ ഇടപെടൽ ഉണ്ടായി. കാട്ടാന ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണാമെന്നുള്ള ഉറപ്പ് ഒക്കെ ലഭിച്ചു. പക്ഷേ എന്നിട്ട് പോലും ആ പ്രദേശത്തുള്ള കാട്ടാന ആക്രമണത്തിന് യാതൊരു പരിഹാരവും അധികൃതർക്ക് കാണാനായിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് പ്രദേശവാസികളൊക്കെ ഉന്നയിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സാബു. ഒരു കർഷകന്റെ ഒരു അവസ്ഥ, ഈ മലയോര പ്രദേശങ്ങളിൽ കൃഷിക്ക് മുതിരുന്ന ഒരു കർഷകന്റെ ഒരു ദയനീയ അവസ്ഥയാണ് സാബുവിന്റെ ഈ വാർത്തയിലൂടെ പുറത്തു വരുന്നത്. എന്തായാലും സാബുവിന് ഇനി എന്താണ് മാർഗം, ഇനി അടുത്ത ഉപജീവന മാർഗം എന്താണെന്നുള്ള കാര്യം അധികൃതരാണ് പറഞ്ഞു നൽകേണ്ടതെന്നാണ് സാബു പറയുന്നത്. ദീപ്തി, തീർച്ചയായും മനീഷ്, ഈ ഒരു കാട്ടാന ആക്രമണത്തെ തുടർന്ന് ഉള്ളൊരു കർഷകന്റെ നിസ്സാവസ്ഥയാണ് നമ്മൾ ഈ ഒരു പ്രതികരണത്തിൽ നിന്ന് കണ്ടത്. കാട്ടാന ആക്രമണത്തെ തുടർന്ന് സ്വന്തം കൃഷിയിടത്തിലെ കൃഷിയടക്കം നശിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കർഷകൻ എത്തിയിരിക്കുന്നത്. പരിയാരത്താണ് ഇത്തരത്തിൽ കാട്ടാന ആക്രമണം രൂക്ഷമായിരിക്കുന്നത്. ഇതേ തുടർന്നാണ് കൃഷി നടത്താൻ കഴിയാതെ മനംനൊന്ത് സ്വന്തം തോട്ടത്തിലെ വാഴകൾ വെട്ടി മാറ്റിയിരിക്കുന്നത്. ഒരു കർഷകനായ സാബുവാണ് ഇത്തരത്തിൽ സ്വന്തം കൃഷിയിടത്തിലെ 500ഓളം വാഴകൾ ഇത്തരത്തിൽ വെട്ടി നശിപ്പിച്ചിരിക്കുന്നത്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.